വയനാട് ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെയും മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്തിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന ജില്ലാതല പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുവാൻ പോകുന്നത്. 27-ാം തീയതി മുതൽ ആരംഭിച്ച പൂക്കള മത്സരത്തോടുകൂടി ആരംഭിച്ച നമ്മുടെ വയനാട് ജില്ലാ ടൂറിസം വകുപ്പിന്റെ ഔപചാരിക ഉദ്ഘാടനവും ബഹുമാനപ്പെട്ട ഇന്നത്തെ വിശിഷ്ടാതിഥി മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ അഷ്റഫ് അവർകൾ, വേദിയിലുള്ള മറ്റു വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ട നാട്ടുകാരെ, ഇതിന് ചുക്കാൻ പിടിക്കുന്ന ഭാരവാഹികളെ, എല്ലാവർക്കും ഓണാശംസകൾ. ഇവിടെ പ്രസംഗത്തിന് പ്രസക്തിയില്ലെന്ന് എനിക്കറിയാം. ഒരു കാര്യം മാത്രം പറയാം, വളരെ പ്രൗഢഗംഭീരമായി നടത്താനിരുന്ന ഒരു പ്രോഗ്രാം നമുക്ക് കാലാവസ്ഥയുടെ ചില പ്രതികൂലമായ നമുക്കറിയാം അനുഭവങ്ങൾ കൊണ്ട് ഒരു പക്ഷേ പലർക്കും ഇതിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു DTPCയും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തും ചേർന്ന് ഇതിന് ഉപരിയായി വളരെ നല്ലൊരു പരിപാടി കൂടി നമുക്ക് മാനന്തവാടിയിൽ കൊണ്ടുവരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. വളരെ നല്ല രൂപത്തിൽ മാനന്തവാടിക്ക് ഒരു കലാവിരുന്ന് ഒരുക്കണമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ജില്ലാതലത്തിലെ ടൂറിസം വാരാഘോഷത്തിന്റെ ആലോചനാ യോഗത്തിൽ വെച്ച് ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് മാനന്തവാടി ഏറ്റെടുത്തത്. അന്ന് ജില്ലാതലത്തിലും താലൂക്ക് തലത്തിലും സംഘാടന സമിതി രൂപീകരിക്കുന്ന ഘട്ടത്തിൽ വളരെ അനുകൂലമായ കാലാവസ്ഥയായിരുന്നു. നല്ല വെയിലും മഴയൊക്കെ കാലവർഷമായിട്ട് പോലും മഴ വിട്ടുനിന്നൊരു സാഹചര്യത്തിൽ ഒരു വലിയ രൂപത്തിൽ തന്നെ മാനന്തവാടിയിലെ ജനങ്ങൾക്ക് ഓണം ആഘോഷിക്കുവാനുള്ള അവസരം ഒരുക്കണം എന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിവിധങ്ങളായ പരിപാടികൾ സംഘാടന സമിതി ആലോചിച്ച് തീരുമാനമെടുത്തത്. കലാപരിപാടികൾ ആരംഭിക്കാൻ സമയമായി. എല്ലാവർക്കും ഒറ്റ വാക്കിൽ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. എല്ലാവർക്കും ആഹ്ലാദകരമായ സന്തോഷകരമായ ഓണാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.